Fortune Hypermarket. Exceeding expectations. പാണ്ടിക്കാടിന് പുതിയ രുചിക്കൂട്ട് സമ്മാനിക്കാൻ ഇന്റർനാഷണൽ ബ്രാൻഡായ പോഗോ ബ്രോസ്റ്റഡ് ചിക്കനും ലുലു ബേക്കറിയും മഞ്ചേരി റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശം ഈ ചെറിയ പെരുന്നാളിന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. അതുപോലെ രണ്ട് ടേബിളിനടുത്ത് ഒരു ആൾമോസ്റ്റ് 2.5 മീറ്റർ ഗ്യാപ്പിനുള്ളിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സോ ഈ എല്ലാ രീതിയിലും അതുപോലെ ഈ ബേസിക്കലി ഇത് ഏപ്രിൽ 6 ഇലക്ഷൻ കംപ്ലീറ്റ് ആയിരുന്നു, ഒറ്റഘട്ടമായിട്ട് കംപ്ലീറ്റ് ആയിരുന്നു. അതിൻ്റെ ശേഷം അതിൽ 111 കാൻഡിഡേറ്റ്സ് LACയിലും 6 കാൻഡിഡേറ്റ്സ് നമ്മുടെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിലുമാണ് മത്സരിച്ചത്. നമ്മളുടെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പെർസെൻറ്റേജ് 74.65 ആണ്. അതുപോലെ തന്നെ 16 LACൻ്റെ പെർസെൻറ്റേജും 74.91 ആയിരുന്നു. നമ്മൾ ജില്ലയിൽ മാത്രമാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറയാതെ ഒരു ചെറിയ ശതമാനം കൂടിയിട്ടുമുണ്ട് സംസ്ഥാനങ്ങൾ. പിന്നെ ടോട്ടൽ ഈ സമയത്തിൽ 80+ വോട്ടേഴ്സ്, PWD വോട്ടേഴ്സ് അങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് പോസ്റ്റൽ ബാലറ്റ് കിട്ടാനുള്ള ഒരു അർഹതയുള്ളവർ കൂടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് 54,830 പോസ്റ്റൽ ബാലറ്റാണ് നമുക്ക് ഈ 16 LACയിൽ നിന്ന് നമുക്ക് ഉള്ളത്. അതിനുവേണ്ടി വോട്ടെണ്ണലിന് വേണ്ടി കൗണ്ടിങ്ങിന് വേണ്ടി 14 ലൊക്കേഷനാണ് രൂപീകരിച്ചിട്ടുണ്ട്. 14 ലൊക്കേഷനിലും 16 LACന് മലപ്പുറം HPCൻ്റെ പോസ്റ്റൽ ബാലറ്റ് ആകെ ടോട്ടൽ 14 ലൊക്കേഷനാണ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ടെമ്പററി സ്ട്രക്ചേഴ്സ് വിത്ത് ലാസ്റ്റ് ബർക്കർ ഹാങ് ഓവർ ടൈപ്പായിട്ട് 10 ലൊക്കേഷനിലാണ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് വോട്ടിംഗ് തുടങ്ങുന്നത് രാവിലെ 8 മണിയായിരിക്കും. അത് ആദ്യം തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും. പിന്നെ EVM 8:30 തുടങ്ങുന്നുണ്ട്. ഈ 14 ലൊക്കേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് GVHS മേലങ്കാടി കൊണ്ടോട്ടി, ഗവൺമെൻറ് കോളേജ് മലപ്പുറം, മാർത്തോമ കോളേജ് ചുങ്കത്തറ, ഗവൺമെൻറ് ഗേൾസ് VHS പെരിന്തൽമണ്ണ, ഗവൺമെൻറ് മോഡൽ HSS പെരിന്തൽമണ്ണ, MSP മലപ്പുറം, PSMO കോളേജ് തിരൂരങ്ങാടി, GHS തിരൂരങ്ങാടി, KMMO അറാബിക് കോളേജ് തിരൂരങ്ങാടി, SSM പോളിടെക്നിക് തിരൂർ, GPHS തിരൂർ, കേലപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവനൂർ, AVHS പൊന്നാനി ആൻഡ് കളക്ട്രേറ്റ് ക്യാമ്പസ് ഫോർ പോസ്റ്റൽ ബാലറ്റ്. ഇതാണ് 14 ലൊക്കേഷനാണ്. പിന്നെ ഇപ്പോൾ ന്യൂ ഗൈഡ്ലൈൻസ് അനുസരിച്ച് നമ്മളിപ്പോൾ കൗണ്ടിങ് സെൻറ്ററിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആസ് പെർ ന്യൂ ഗൈഡ്ലൈൻസ് എസ്പെഷ്യലി കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ഇങ്ങനെ ചില കൗണ്ടിങ് സെൻറ്ററിൻ്റെ കൗണ്ടിങ് ടേബിളിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ ഫ്യൂ ന്യൂ അഡീഷണൽ റിക്വയർമെൻറ്റിന് വേണ്ടി. സോ ഏറ്റവും കുറവായിട്ടുള്ള റൗണ്ട്സ് നമ്മൾ വേങ്ങരയാണ്. അവിടെയാണ് 10 റൗണ്ട്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റൗണ്ട്സ് ഉള്ളത് വണ്ടൂരാണ്. അവിടെ 18 റൗണ്ട്സ് പോകുന്നുണ്ട്. സോ ആകെ 566 EVM കൗണ്ടിങ് ടേബിൾസും ജില്ലയിൽ 160 പോസ്റ്റിംഗ് ബാലറ്റ് കൗണ്ടിങ് ടേബിൾസുമാണ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. സോ ടോട്ടലി പിന്നെ ഒരു 16 ETBBS സർവീസ് വോട്ടറിൻ്റെ പോസ്റ്റിംഗ് ബാലറ്റായിട്ട് വരുന്ന ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റ് ഒരു 16 ടേബിളും രൂപീകരിച്ച് ആകെ 742 ടേബിൾസാണ് നമ്മൾ ജില്ലയിൽ കൗണ്ടിങ്ങിൻ്റെ വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇൻ 90 ഹാൾസ് 90 ഹാളിലാണ് 742 ടേബിൾസ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളുടെയൊക്കെ എല്ലാ കൗണ്ടിങ് ഒബ്സർവർമാരും എത്തിക്കൊണ്ടിരിക്കുന്നത്. 17 ഒബ്സർവേഴ്സാണ് നമുക്ക് വേണ്ടത്. ആൾമോസ്റ്റ് 7-8 ഒബ്സർവർ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് മുമ്പ് എല്ലാവരും എത്തും. നമുക്ക് അവരെല്ലാം 13 ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ് നമ്മൾ ജില്ലയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ അഡീഷണൽ ഒരുപാട് സിൻസ് റൂമിൻ്റെ എണ്ണം കൂടുതലാണതുകൊണ്ടും പുതിയ ഗൈഡ്ലൈൻസ് പ്രകാരം ഓരോരോ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് ടേബിളും ഒരു ARO വേണ്ടതുള്ളത് കൊണ്ടും AROൻ്റെ നമുക്ക് ഇതുവരെ അപ്രൂവ് ചെയ്ത AROൻ്റെ എണ്ണം 209 അനദർ 99 ARO വിൽ ബി അപ്രൂവ്ഡ് നൗ. സോ അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർ വിൽ ബി മോർ ദാൻ 340 AROs വിൽ ബി ദെയർ ഇൻ ടോട്ടൽ. അതുപോലെ തന്നെ നമുക്ക് മൈക്രോ ഒബ്സർവേഴ്സ്, കൗണ്ടിങ് സൂപ്പർവൈസർ, കൗണ്ടിങ് അസിസ്റ്റൻ്റ്, അങ്ങനെ പിന്നെ പോലീസ് ടീം, പിന്നെ EROs ഇൻ ദ ടീം, ROസിൻ്റെ ടീം, അങ്ങനെ ആൾമോസ്റ്റ് 6,905 6,905 പേരാണ് ഇലക്ഷൻ കൗണ്ടിങ് ഡ്യൂട്ടിയിൽ ജില്ലയിൽ പോകുന്നുണ്ട്. ഇതിന് പ്രത്യേകമായിട്ട് പറയേണ്ടത് കോവിഡ് പ്രോട്ടോക്കോളാണ് പ്രധാനമായിട്ട്. എല്ലാ കൗണ്ടിങ് ഏജൻസിമാർക്കും
പിന്നെ പോളിംഗ് സ്റ്റാഫ് അടക്കം ARO അടക്കമുള്ള പോളിംഗ് സ്റ്റാഫുക്കും പിന്നെ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കോവിഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കോവിഡ് RT-PCR നെഗറ്റീവ് ടെസ്റ്റോ അല്ലെങ്കിൽ ആൻറ്റിജൻ നെഗറ്റീവ് ടെസ്റ്റോ വളരെ കമ്പൽസറിയാണ്. അതുകൊണ്ട് കൗണ്ടിങ് സമയത്തുള്ള എൻട്രി സ്ഥലങ്ങളിൽ തന്നെ ഈ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അലൗ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരാളും ആൾക്കൂട്ടങ്ങളോ ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് മോർ ദാൻ 1 പീപ്പിൾ ഇവിടെ ആൾക്കൂട്ടം ചേർത്ത് ഒഴിവാക്കണം. എല്ലാവർക്കും ID കാർഡും ഏജൻസി കൂടിയ സ്പെസിഫിക് ID കാർഡും ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 ടയർ സെക്യൂരിറ്റിയാണ് നമ്മൾ ജില്ലയിൽ വെച്ചിട്ടുണ്ട്. ആദ്യം കൗണ്ടിങ് റൂമും പിന്നെ പോസ്റ്റൽ കൗണ്ടിങ് വോട്ട് നടക്കുന്ന കൗണ്ടിങ് ഹാൾസും സ്ട്രോങ് റൂമും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ സെക്യൂരിറ്റിയാണ് ഉണ്ട്. പിന്നെ അതിൻ്റെ ശേഷം സ്റ്റേറ്റ് പോലീസ് ആംഡ് പോലീസിൻ്റെ സെക്യൂരിറ്റി രണ്ടാമത്തെ ഔട്ടർ കോറായിട്ട് ഉണ്ടാവും. തേർഡ് വിൽ ബി ലോക്കൽ പോലീസിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാകും. സോ മോർ ദാൻ 766 പീപ്പിൾ ഫ്രം സ്റ്റേറ്റ് പോലീസ് ഓഫീസേഴ്സ് ആൻഡ് 440 പീപ്പിൾ ഫ്രം സെൻട്രൽ ആംഡ് ഫോഴ്സാണ് ഇപ്പോൾ നമ്മളുടെ ജില്ലയിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പോസ്റ്റായിട്ടുണ്ട്. പിന്നെ വീഡിയോഗ്രാഫിയും അതുപോലെ CCTVയും എല്ലാ കൗണ്ടിങ് ഹാളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ ഒബ്സർവർ വിൽ ബി ദെയർ ഫോർ ഈച്ച് ആൻഡ് എവറി കൗണ്ടിങ് ടേബിൾസ്. അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുപോലെ കോവിഡ് 2 ഡോസ് എടുത്ത കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ RT-PCR ഓർ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പ്രധാനമാണ്. That is applicable to all the people who is involved in counting, so whether polling agents, media team, counting staff, all those things. Then counting halls are disinfected before counting തുടങ്ങുന്ന മുൻപ് പ്രീവിയസ് ദിവസം തന്നെ നമ്മൾ എല്ലാ ഹാളും പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോ പബ്ലിക് ഗ്യാതറിംഗ് ഈസ് അലൗഡ് ഔട്ട്സൈഡ് ദ കൗണ്ടിങ് വെന്യൂ. എൻ്റയർ പ്രൈമിസ് 100 മീറ്ററിലുള്ള ഏത് സ്ഥലങ്ങളിലും പബ്ലിക് ഒരു ആൾക്കൂട്ടം അനാവശ്യമായിട്ടുള്ള ആൾക്കൂട്ടം ചേരാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തെർമൽ സ്കാനിങ് ഓൾസോ വിൽ ബി ഡൺ ഡ്യൂറിങ് ദ കൗണ്ടിങ് ടൈം. ഇൻ കേസ് എനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടെസ്റ്റ് എടുത്തിരിക്കാൻ ആ സമയത്ത് നെഗറ്റീവായി ഇല്ലാതിരിക്കാം, അതിന് കിടക്കേ വരാം. അതുകൊണ്ട് തെർമൽ സ്കാനിങ്ങും ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യത്തുള്ള കൗണ്ടിങ് ഏജൻസിമാർ ഒരു 10% കൂടുതലായിട്ട് ടെസ്റ്റിംഗ് എടുത്തിട്ട് റെഡിയാക്കാൻ ഇരിക്കാൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും കാൻഡിഡേറ്റ്സിനും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു എക്സിജൻസി വന്നു കഴിഞ്ഞാൽ അത് ആ റിസർവ് കൊണ്ട് അവർക്കും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ റെഗുലർ കോവിഡ് പ്രോട്ടോക്കോളായിട്ട് സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് പോലുള്ളവ ഉറപ്പായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഏജൻസിമാർക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഫീവറോ ഇല്ലെങ്കിൽ കോവിഡ് സിംറ്റംസോ സാരി സിംറ്റംസോ അല്ലെങ്കിൽ ILI സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർ തന്നെ സ്വയമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൗണ്ടിങ് ഏജൻ്റായിട്ട് നിയമിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾറെഡി നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ഏത് വന്നെങ്കിൽ വി ആർ ഓൾസോ പ്രൊവൈഡിങ് ഫെസിലിറ്റി ടു റീപ്ലേസ് ദാറ്റ് ഓൾസോ. ഇൻ കേസ് അത് നമ്മളെ കയ്യിലില്ലാതെ കൊണ്ടും ഇൻ കേസ് ആർക്കെങ്കിലും മിഡിൽ ഓഫ് ദ ടൈം കോവിഡ് സിംറ്റംസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എന്താ കാര്യങ്ങൾ ചെയ്യണമോ അതനുസരിച്ചുള്ള ആവശ്യങ്ങളുള്ള ഓർക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ വി ആർ ഓൾസോ പ്ലാനിങ് ടു പോസ്റ്റ് 1 മെഡിക്കൽ ടീം അറ്റ് ഈച്ച് കൗണ്ടിങ് സെൻറ്റർ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അതുള്ള ഇത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നോ വിക്ടറി പ്രൊസഷൻസ്. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരിതാണ്. നമ്മൾ ജില്ലയിലും ആൾറെഡി സെക്യൂരിറ്റി മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് അതിനുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിന്നിങ് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്തും കാൻഡിഡേറ്റ്സ് കൂടെ മാക്സിമം 2% ഓൺലി അലൗഡ്. വിന്നിങ് നമ്മൾ കൗണ്ടിങ്ങിന് ശേഷം ജയിച്ച ആളിൻ്റെ വിന്നിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയങ്ങളിലും ഇതാണ് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മീഡിയ റൂംസ് എല്ലാ കൗണ്ടിങ് ലൊക്കേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രവേശം എൻറ്റിയർ ടേബിളേഷൻ ഈസ് ഹാപ്പണിങ് ഇൻ എൻകോറാണ്. അതുകൊണ്ട് നേരത്തെ നിങ്ങൾ കിട്ടിയിരുന്ന ട്രെൻഡ് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം. സോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഉണ്ടായിരിക്കില്ല. അതിന് വേണ്ടി ട്രെൻഡ് TV എന്ന് പറഞ്ഞിട്ട് അതെല്ലാവർക്കും ഇൻഫർമേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്, മീഡിയ ഹൗസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ വി ഹാവ് സെപ്പറേറ്റ് സ്പെസിഫിക് മീഡിയ ഹാൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് കളക്ടറേറ്റ് where you will get maximum information from that. And ലോക്കലായിട്ട് ഓരോ കൗണ്ടിങ് സെൻറ്ററിലും മീഡിയ റൂംസ് രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ജനറലായിട്ട് കൗണ്ടിങ് കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ചില സമയങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ടും മൾട്ടിപ്പിൾ ഹാൾസ് രൂപീകരിച്ചുള്ളത് കൊണ്ടും ഈ പ്രവേശനം ചില ഏരിയകളിൽ കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ചും കൂടി വൈകാൻ സാധ്യതയുണ്ട്.
Otherwise, all the setup, 100% setup is ready in Malappuram district for a counting hall for both 16 LACs and Malappuram parliamentary constituency. ഇതാണ് കൗണ്ടിങ് കുറിച്ച് നമ്മൾ ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ കോവിഡ് നിയന്ത്രണത്തെ കുറിച്ച് പറയാനുണ്ട്. വി ഹാവ് ടോട്ടലി 32,001 കേസാണ് ആസ് ഓഫ് നൗ ലൈവ് കേസായിട്ട് നിലവിലുണ്ട്. അതിൽ ഓരോരോ രീതിയിലും ഓരോരോ വന്നുകൊണ്ടിരിക്കുന്നു. എസ്പെഷ്യലി വി ആർ ഡൂയിങ് അറൗണ്ട് 10,000 ടെസ്റ്റിങ്സ് പെർ ഡേ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സോ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് 2-3 കാര്യങ്ങളാണ്. ടെസ്റ്റിംഗ്, വാക്സിനേഷൻ, പിന്നെ ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, പിന്നെ അതർ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ് അവൈലബിലിറ്റി, പിന്നെ ഓക്സിജൻ, പൾസ് ഓക്സിമീറ്റർ പോലുള്ള വെന്റിലേറ്റർ പോലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റിയാണ്. ഇത് ഓരോരുത്തർക്കും സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആன കേസിൽ മിക്കവാറും കേസ് നമ്മൾ ഹോം ക്വാറന്റൈൻ ആയിട്ടുണ്ട്. ഹോം ക്വാറന്റൈൻ ഉള്ളവർ ഹോം ക്വാറന്റൈൻ ഉറപ്പ് വരുത്തുന്നതുകൊണ്ട് സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അത് കുടുംബശ്രീൻ്റെ സഹായത്തോടും അംഗൻവാടി വർക്കേഴ്സിൻ്റെ സഹായത്തോടും RRT റാപ്പിഡ് റെസ്പോൺസ് ടീം ഓരോ വാർഡ് തലത്തിലും RR ടീമുണ്ട്. അവരുടെ സഹായത്തിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. മിനിമം 1 ടൈം എങ്കിലും ഓരോ പേഷ്യൻറ്റും വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് എയ്ത് ത്രൂ ഫോൺ ഓർ നേരിട്ടോ. എല്ലാ സമയങ്ങളിലും നേരിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മിനിമം ഒരു ദിവസത്തിൽ 1 ടൈം എങ്കിലും നമ്മൾ രോഗികളോട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ. അതുപോലെ ഞങ്ങൾ 17,000-ഓളം കൂടുതൽ പൾസ് ഓക്സിമീറ്റർ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി റിസീവ്ഡ് ആൾസോ. സോ അതുകൊണ്ട് ഓരോ PHCക്കും മിനിമം 100-ൽ നിന്നും 500 വരെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. സോ ആ PHCൻ്റെ അടുത്ത് വരുന്ന രോഗികളെല്ലാവർക്കും പൾസ് ഓക്സിമീറ്റർ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർ ദേ ക്യാൻ ടെസ്റ്റ് ദെയർ ഓക്സിജൻ ലെവൽ ഓൺ ഡെയിലി ബേസിസ്. ഇൻ കേസ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിഹരിച്ചപ്പോൾ 94 താഴെ വന്നു കഴിഞ്ഞാൽ ദേ ക്യാൻ ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ടു ദ നിയർ ബൈ മെഡിക്കൽ ഓഫീസർ സോ ദാറ്റ് നെസസറി ആക്ഷൻ വിൽ ബി ടേക്കൻ ഓൺ. അതാണ് പ്രധാനമായിട്ട് ഹോം ക്വാറന്റൈൻ ഉള്ളവർക്ക് നമ്മൾ ഡിസ്ട്രിക്റ്റിൽ പ്രധാനമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. 17,000 പൾസ് ഓക്സിമീറ്റർ ഓൾറെഡി പ്രൊക്യൂർ ചെയ്ത് വിതരണം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ജില്ലയിൽ ഇന്നലെ ഒരു 2-3 ന്യൂസ് ഉണ്ടായിരുന്നു പൾസ് ഓക്സിമീറ്റർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ജില്ലയിൽ അങ്ങനെ ഒരു ഇഷ്യൂ അല്ല. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ വി ഹാവ് എനഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഓക്സിജൻ ബെഡ്സ് ആസ് വെൽ ആസ് വെന്റിലേറ്റർ ആസ് ഓഫ് നൗ അറൗണ്ട് ജസ്റ്റ് എ മിനിറ്റ് ഇവിടെ വി ഹാവ് മോർ ദാൻ ഇതുവരെ നമ്മൾ എല്ലാ CFLTസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് ഡെഡിക്കേറ്റഡ് കോവിഡ് ഹോസ്പിറ്റൽസ്, CSLTCs ആക്ടിവേറ്റ് ചെയ്തുള്ളത് ബെഡിലടക്കം 1,673 ബെഡ്സാണ് നിലവിലുണ്ട്. അതിൽ 152 ബെഡ്സാണ് ICU ബെഡ്സാണ്. അതിൽ ഇപ്പോൾ നിലവിൽ ഓക്കുപ്പൈഡ് ഓൺലി 79. വി ഹാവ് 73 ബെഡ്സ് ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നോർമൽ ബെഡ്സിൽ 1,673 ഓൺലി 793 ബെഡ്സാണ് ഓക്കുപ്പൈഡ്. ബാക്കി ബെഡ്സും 880 ബെഡ്സ് ഇപ്പോഴും നമ്മൾ ജില്ലയിൽ വേക്കൻ്റ് ആയിട്ടുമുണ്ട്. അതുപോലെ ഓക്സിജൻ സപ്പോസ് ഈ നോർമൽ വീട്ടിലുള്ള ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് ഓക്സിജൻ്റെ ഇഷ്യൂ ഒന്നായി അങ്ങനെയെങ്കിൽ അത് സർവ് ചെയ്യാൻ 950 ബെഡ്സ് ഓക്സിജൻ ക്യാപ്പബിൾ ബെഡ്സായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നിലവിൽ 528 പേഷ്യൻസാണ് അങ്ങനെയുള്ള ബെഡ്സിൽ ഉണ്ട്. സോ ഇൻഫ്രാസ്ട്രക്ചറും വളരെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾസോ ആക്ടിവേറ്റിംഗ് മോർ ഡൊമസ്റ്റിക് കെയർ സെൻറ്റേഴ്സ്. അങ്ങനെ ഉള്ളത് ജില്ലയിൽ 30% TPR കൂടുതലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഡൊമസ്റ്റിക് കെയർ സെൻറ്റേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 53 പഞ്ചായത്താണ് നമ്മുടെ ജില്ലയിലുണ്ട്. 53 പഞ്ചായത്തിലും ഡൊമസ്റ്റിക് കെയർ സെൻറ്റർ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ 17 എണ്ണം, ആകെ 70 എണ്ണമാണ് ഡൊമസ്റ്റിക് കെയർ സെൻറ്റേഴ്സ് യൂണിറ്റ് ഉണ്ട്. അതിൽ 2,566 ബെഡ്സ് ഉണ്ട്. ചിലപ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഒരുപാട് കുട്ടികൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ 60+ ആൾക്കാർ ഉണ്ടായിരിക്കാം. സോ അവർക്ക് വേറെ എവിടെയും പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഒരു ക്വാറന്റൈൻ ആകാനുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ ദേ ക്യാൻ കം ടു ഡൊമസ്റ്റിക് കെയർ സെൻറ്റർ. ഈ ഡൊമസ്റ്റിക് കെയർ സെൻറ്ററിലുള്ളത് ഒരു നർസ് ഡ്യൂട്ടിയിൽ ഉണ്ടാകും. സോ ഇഫ് മോർ പേഷ്യൻസ് ആർ കമ്മിങ് വിൽ ബി പ്ലേസിങ് ഹെൽത്ത് പ്രൊഫഷണൽ അക്കോർഡിംഗ്ലി. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഓക്സിജൻ്റെ ഒരു സ്കാർസിറ്റി ഉള്ളതായിട്ട് ഇപ്പോൾ എല്ലാ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഓക്സിജൻ മാനേജ്മെൻറ്റ് കോർ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ജനറൽ മാനേജർ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ്, DOSP, സ്പെഷ്യൽ ബ്രാഞ്ച്, ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെൻറ്റ്, RTO, ഗൂഗിൾ, പിന്നെ DMO ഉണ്ട്, ഡെപ്യൂട്ടി DMO,
പിന്നെ കാസ്പ് കോർഡിനേറ്റർ, ഇങ്ങനെ സെയിൽസ് ഡെപ്യൂട്ടി ഡയറക്ടർ GST ഇവരെല്ലാം എസ്പെഷ്യലി ഈ ഓക്സിജനെ കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറെ കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവർക്ക് ക്ലിയർ കട്ടായിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ റൂൾസ് കൊടുത്തിട്ടുണ്ട്. ഈവൻ ഇൻക്ലൂഡിങ് ഇഫ് നീഡഡ് ഇൻക്ലൂഡിങ് സീസിങ് ദ സിലിണ്ടേഴ്സ് യൂസ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. അല്ലാതെ മട്ട ഗ്യാസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മട്ട ഗ്യാസ് ഒഴിവാക്കിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്തിട്ട് ഓക്സിജൻ ഫിൽ ചെയ്യുന്ന രീതിയിൽ റെഡിയാക്കി സ്റ്റാൻഡ് ബൈക്ക് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്.